നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ നന്നായി വരുന്നു. അപ്പോൾ അതിലെല്ലാവിധ സപ്പോർട്ടിന് നിങ്ങൾക്ക് നന്ദി ആദ്യം പറയുകയാണ്. ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 2-3 ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഗിംബൽ ഇതിൻ്റെ ഡെമോയൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വരും വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഗിംബൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡിലേ ആക്കിയത്. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചിട്ട് 1-2 കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയതിൽ വെച്ചിട്ട് ആൾ സ്മാർട്ടാണ്. എന്നാൽ അതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മോശമാക്കി പറയാനോ അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തി പറയാനോ വേണ്ടി ശ്രമിക്കുന്നില്ല. എന്താണോ അതിന് നമ്മൾക്ക് കിട്ടിയൊരു ഫീല് അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം, അത് മാത്രമായിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി എല്ലാ ഐറ്റം എന്ന് നോക്കി വന്നപ്പോൾ എല്ലാ ഗിംബലുകൾക്കും അല്ലെങ്കിൽ ഈ മൊബൈൽ സ്റ്റെബിലൈസറുകൾക്കും ഒരുപാട് ഡിഫക്റ്റുകളെല്ലാം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മൾ മേടിച്ച പ്രൊഡക്റ്റിനും ഒരുപാട് നെഗറ്റീവ്സൊക്കെ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ കണ്ടിരുന്നു. 20 ദിവസങ്ങൾക്ക് ശേഷം വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പുക വന്നു, അങ്ങനെ പല ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ കുറച്ചുണ്ട്. അവരുടെ കാറ്റലോഗ് വഴി നമുക്ക് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്, അതായത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത ഡയറക്ഷൻസ് അതെല്ലാം അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലേക്ക് പോവാം. അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഗിംബൽ. ഇത് ഡിജിടെക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനിയും അധികം വലിച്ചു നീട്ടുന്നില്ല. ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഇതിൻ്റെ സെക്കൻഡ് ആം പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിതിനെ 3 പറയാം. ഫസ്റ്റ് ആം, സെക്കൻഡ്, തേർഡ്, ഈ റൊട്ടേഷൻ, അങ്ങനെ 3 ആക്സിസാണ് ശരിക്കും ഉള്ളത്. അപ്പം ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഈ മേളിൽ കാണുന്ന ഈ പോർഷനിലാണ് നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. അത് മൗണ്ട് ചെയ്യാനായിട്ട് ഇത് നമ്മൾക്ക് അകത്താനും അടുപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മളിങ്ങനെ വലിച്ചാൽ മതി, ഇത് അകന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക്, അതുപോലെ തന്നെ ഇത്തിരി ടൈറ്റാണ്, നല്ല സ്ട്രോങ് ആയിട്ടാണ് അതിൻ്റെ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും അത് കേടായി പോകുന്നു നമുക്ക് വിചാരിക്കേണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് മെറ്റീരിയലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിത് ഈ പറഞ്ഞിരിക്കുന്ന ഈ വരുന്ന ആമിനെ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലേക്കാണ് ഇതിനെ തള്ളി എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, അതിലിടിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം എടുക്കുമ്പോൾ നമ്മളിതിനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ റിലീസ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യേണ്ട മെയിൻ സംഭവം, ഇതിൽ നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയ്റ്റ് ബാലൻസിങ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. വെയ്റ്റ് ബാലൻസിങ് പക്കയായി നടന്നില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് സ്റ്റെബിലൈസ് ആയതിന് ശേഷം നമ്മളുടെ ഈ ആം സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് താഴേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കണം. അങ്ങനെ കുറേ പ്രാവശ്യം സംഭവിച്ചാൽ തന്നെ നമ്മളുടെ ഇതിൻ്റെ മോട്ടറുകൾ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് ഓൾറെഡി ഇവരുടെ കാറ്റലോഗ് നമ്മൾ വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലായത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ബാലൻസ് ചെയ്യുക എന്ന് പറയുക, അതായത് കറക്റ്റായിട്ട് ഇതിൽ ഇരിക്കണം. 2 സൈഡിലേക്ക് മൊബൈൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടാണെങ്കിലും ഹൊറിസോണ്ടലായിട്ടാണെങ്കിലും വെക്കുമ്പോൾ 2 സൈഡിലേക്കും ഉള്ള വെയിറ്റ് ബാലൻസ് ആവണം. അതിന് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാലൻസിങ് നോബ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഈ ആമിനെ അകത്തേക്കും പുറത്തേക്കും തള്ളാനുള്ളതാണ്. അപ്പം ഞാനിതൊന്ന് ലൂസ് ചെയ്യാം, കണ്ടോ, ഇങ്ങനെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഒരുപാട് അങ്ങ് വലിച്ചുകൊണ്ട് പോകരുത്, ഒരു മീഡിയം ലെവലിലേ വലിക്കാവുള്ളൂ. കാരണം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വയർ ഇതിനകത്തൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് കംപ്ലൈൻ്റ് ഒന്നും വരാൻ പാടില്ല. ഇപ്പം നമുക്ക് ഇതിനകത്തൊന്ന് മൊബൈലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലൂസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി മൊബൈൽ നമ്മളതിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പഴയൊരു മൊബൈലാണ് സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മോന് ഇവിടെ ഇല്ല, മോന് കളിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നൊരു മൊബൈലാണ്. ഇത് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി
ടൈറ്റാണ്. ഞാനൊന്ന് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാനിപ്പോൾ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബാലൻസിങ് പ്രോപ്പറാണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക്, അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കിയാൽ കാണാം കണ്ടോ. ഇങ്ങോട്ടേക്കാണ് കൂടുതൽ മറിവിപ്പ് വരുന്നത്. നമുക്കിത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മൊബൈൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ മൂവ്മെൻറ്റ് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൈ വല്ലാതെ അങ്ങും ഇങ്ങും ഒക്കെ ഇട്ട് നമ്മൾ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് ഇത് പല ഡയറക്ഷൻസിലേക്കും പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ മൂവ് ചെയ്യുക. നമ്മുടെ കൈ ഷിവർ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സാധാരണ ക്യാമറ മൂവ് വെച്ച് കൊണ്ടുപോകുന്ന പോലെ തന്നെ സ്റ്റെബിലിറ്റിയോടുകൂടി നമ്മൾ മൂവ് ചെയ്യണം. നമ്മളൊരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഫോക്കസ് ചെയ്ത സാധനത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മളിതിനെ മൂവ് ചെയ്യിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും, തന്നെത്താനെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകും. അത് നമുക്ക് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഗിംബൽ പ്രോ എന്ന് പറഞ്ഞൊരു ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ വേണം നമ്മൾ ശരിക്കും വീഡിയോ എടുക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറേയധികം ഇതിന് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ ആക്സസുകളെല്ലാം നമുക്ക് ലോക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ ഫോക്കസ് ആയിട്ട് നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഇത് എടുക്കില്ല. അല്ലെങ്കിൽ ഗിംബൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഡയറക്ഷൻസ് ഒക്കെ പിക്ക് ചെയ്ത് പോകും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഗിംബൽ പ്രോ എന്ന് പറയുന്ന ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. പിന്നെ ജോയ്സ്റ്റിക്കിലൂടെ മാത്രമായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. നമുക്ക് നമ്മളുടെ ഇതിൻ്റെ മെയിൻ ഹാൻഡിൽ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിടത്തുനിന്ന് ഞാൻ ആ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ട ഇപ്പോൾ അതിപ്പോൾ വേണ്ട, ഞാൻ പിടിച്ചെടുത്ത് അത് തന്നെത്താനെ വന്ന് ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത്, നമുക്ക് ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കൺട്രോളിലാണ്. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് മാത്രം മതിയെങ്കിൽ അത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി മാത്രമായിരിക്കും അത് ഓട്ടോമാറ്റിക്കലി മൂവ്മെൻറ്റ് നടത്തുള്ളൂ. മാനുവലി നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, മാറ്റാവുന്നതാണ്. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ക്യാമറ വീഡിയോ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിത്തിൻ സെക്കൻഡ്സിൽ നടക്കുന്ന ഷൂട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോട്ടോയും പിക്ക് ചെയ്യാൻ സാധിക്കും. അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിംബലിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഗിംബൽ പ്രോയുടെ ആപ്പിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇവിടെ ഗിംബൽ പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്. ഗിംബൽ പ്രോ ഞാൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഗിംബൽ ഓണാണ്. ഗിംബലിൽ നിന്ന് നമ്മളിവിടെ ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ടേൺ ഓൺ പെർമിഷൻ കൊടുത്തു. ഇവിടെ സ്റ്റെബിലൈസർ എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റെബിലൈസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ എൻ്റർ ക്യാമറ. അതിലേക്ക് നമ്മൾ എൻ്റർ ക്യാമറയിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ഗിംബലിൻ്റെ. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തേത് ഹോമാണ്. നമ്മൾ നേരെ ഹോമിലേക്ക് തിരിച്ചു പോകും. നമുക്ക് എൻ്റർ ക്യാമറ കൊടുക്കുക. എൻ്റർ ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ വരും. റിട്ടേൺ വന്നു. നമുക്കിപ്പം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ തൊട്ട് താഴെ ആ റൈറ്റ് സൈഡിലെ കോർണറിൽ കാണുന്നതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യും. അതിനകത്ത് ഗ്രിഡ്, ഫിൽട്ടർ, ഫ്ലാഷ്, വൈറ്റ് ബാലൻസ്. നമുക്ക് വൈറ്റ് ബാലൻസ് ഒന്ന് എടുത്ത് നോക്കാം. സണ്ണി, ക്ലൗഡി ഉണ്ടോ? ക്ലൗഡായിട്ടുള്ളത് ഞാൻ ക്ലൗഡ് എന്നുള്ളതിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ കാണിച്ചിരിക്കുന്നത് HDR വേണോ, ബ്യൂട്ടി വേണോ, അങ്ങനെ 3-4 ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നു. ഹാൻഡിൽ ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു സിമ്പിളുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോളോ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഫോളോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഫോളോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈ ഇതിൻ്റെ ഹാൻഡിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിസ്പ്ലേ നമ്മളുടെ ഹാൻഡിൽ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോളോ ഹൊറിസോണ്ടലി മാത്രം നമ്മൾ മൂവ് ചെയ്യിക്കുമ്പം അതായത് നമ്മളുടെ ഇതിൻ്റെ ഹാൻഡിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആക്സിസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് റൈറ്റ് ലെഫ്റ്റിലേക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രം നടത്തും. ഇനി ലോ കോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടർ കൺട്രോൾ കംപ്ലീറ്റ് നമ്മളുടെ കയ്യിലായിരിക്കും. എന്ന് വെച്ചാൽ ജോയ്സ്റ്റിക്കിലൂടെ മാത്രമായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ അതുകൂടാതെ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ സെറ്റിങ്സിൽ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ക്വാളിറ്റിയാണ്. അത് നമുക്ക് ഹൈ എന്നുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഡൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി നമുക്ക് ഇത്തിരി കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് വലിയ ക്വാളിറ്റി ഒന്നും നമ്മളുടെ സാധാരണ നോർമൽ ക്യാമറയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ അതിനകത്ത് തന്നെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സിൽ, ഗിംബൽ എന്നുള്ളതുണ്ട്. ഗിംബലിൻ്റെ റാപ്പിഡ് കോൺഫിഗറേഷൻ, അതായത് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് സ്ലോ ചെയ്തും ജോയ്സ്റ്റിക്കിൻ്റെ കൺട്രോൾ ഡയറക്ഷൻ ഫ്രീ ആക്കിയിട്ടിടാം. പിന്നെ പാൻ റിവേഴ്സ് എന്നുള്ള ഓപ്ഷൻ, ടിൽറ്റ്, ഫോളോ സ്പീഡ്, നമുക്കൊരു മീഡിയം സ്പീഡ്, അതായത് നമ്മുടെ ആക്സിസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുമ്പോഴത്തേക്ക് അത് ഫാസ്റ്റായിട്ട് വേണോ, മീഡിയം ആയിട്ട് വേണോ, സ്ലോ ആയിട്ട് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് രണ്ട് രീതിയിലുണ്ട്. വെർട്ടിക്കൽ സ്പീഡുണ്ട്, വെർട്ടിക്കലായിട്ടുള്ള സ്പീഡ് നമുക്ക് കൊടുക്കാം. അത് മീഡിയമാണ്. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ മീഡിയം ആക്കിയിട്ടില്ല. ഹൊറിസോണ്ടൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റാർട്ട് കാലിബ്രേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ റീസെറ്റ് ഗിംബലുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്തിട്ട് ആദ്യം മുതൽ ഒന്നും കൂടെ സെറ്റ് ചെയ്യാം. നോർമലി അവരിടുന്നൊരു സെറ്റിങ്സ് ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്നത് ജനറൽ സെറ്റിങ്സ് ആണ്. അതായത് ഡിവൈസസിൻ്റെ ഇൻഫോ കിട്ടും, ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 മോട്ടറുകളാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്. അപ്ഗ്രേഡ്, നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോണില്ല. നമുക്കിത് ഡൺ കൊടുത്തു. ഇനി അതിനകത്തുള്ള എന്താണെന്ന് നോക്കാം. ജനറലി 3 ഓപ്ഷൻസാണ് അതിനകത്തുള്ളത്. ഓക്കെ, ദെൻ ഫോട്ടോ ക്ലിക്കും വീഡിയോ റെക്കോർഡിങ്ങും. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ ഒരു കൊടുത്തിരിക്കുന്നത് നൈറ്റ് ഷോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി സെലക്ട് ചെയ്തിട്ട് നമുക്ക് പാൻ ചെയ്യാനുള്ള പാനോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലി നൈറ്റ് ഷോട്ട് മോഡിൽ നമുക്കിങ്ങനെ സെക്കൻഡുകൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. 2 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാമറ നമുക്ക് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ആയിട്ട് മാറ്റാനുള്ളൊരു സംഭവം കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ താഴെ വരുന്നത് നമ്മളെടുത്ത വീഡിയോസ് നമുക്ക് കാണാനുള്ള ഇതാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിലെടുത്ത ഒരു വീഡിയോ കാണിച്ചു. ചെയ്തിട്ടില്ല. ഇവിടെ വേറൊരു മൊബൈലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവനിപ്പം ഫേസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തന്നെത്താനെ അവിടെ ഇരുന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഫേസ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഒന്നും മാറില്ല, ഫേസിൽ ലോക്ക് ചെയ്ത് നിൽക്കും. അത് നമ്മൾ ക്യാമറ എങ്ങോട്ട് മാറ്റിയാലും ആ ഫേസിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ഫോക്കസിങ് വരിക. അപ്പോൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നെന്ന് പറഞ്ഞാലും ഫേസ് ട്രാക്കിംഗ് ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കലി നമ്മൾ എങ്ങോട്ട് ഹാൻഡിൽ മൂവ് ചെയ്യിച്ചെന്ന് പറഞ്ഞാലും ആ ഫേസിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ട്രാക്കിംഗ് ആക്ടിവിറ്റി ആണുള്ള ഇവിടെ നമ്മളിവിടെ ഒരു എന്താണ് ഒരു പോയിൻ്ററിൻ്റെ സിമ്പിളാണ്. നമ്മൾ ഈ എന്താ പറയുക ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ പോയിൻ്റർ കാണിക്കില്ലേ, അതുപോലത്തെ ഒരു പോയിൻ്റർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്രയുമാണ് നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിലുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാനിവിടെ ഗിംബലുമായിട്ടുള്ള കണക്ഷൻ ഡിസേബിൾ ചെയ്തു. അപ്പോൾ അതെന്തായി, ഇതിനകത്ത് നിങ്ങൾക്ക് ബാറ്ററിയൊക്കെ ഗിംബലിലേക്ക് കാണിക്കും കേട്ടോ. ഗിംബലിൽ എത്ര ചാർജ് ഉണ്ടെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും
നമ്മളുടെ ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതായത് നമ്മളുടെ ഗിംബൽ ഇവിടെ ഇപ്പോൾ ഡിസേബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഓഫ് ചെയ്തപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡിസേബിൾ കാണിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ചാർജിങ്ങിൽ കാണിക്കുന്നത് നമ്മളുടെ മൊബൈലിൻ്റെ ചാർജ് മാത്രമായിരിക്കും കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കുന്നതിനും നമ്മൾ ഈ പറഞ്ഞ ഈ ആപ്പ് വഴി നമുക്ക് രണ്ടും സാധ്യമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളുടെ വീഡിയോ എത്തിക്കുക. അപ്പോൾ വരും വീഡിയോയിൽ കാണാം. നമസ്കാരം.